പശ്ചിമേഷ്യയിലെ നയതന്ത്ര കേന്ദ്രങ്ങളെയും സുരക്ഷാ സംവിധാനങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ ഭീകരമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ നാശനഷ്ടങ്ങളാണ് എംബസി വളപ്പിൽ ഉണ്ടായിട്ടുള്ളതെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതീവ സുരക്ഷാ മേഖലകളിലേക്ക് ഇറാന്റെ ഡ്രോണുകൾ തുളച്ചു കയറിയത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ നടന്ന ഈ ആക്രമണത്തിൽ 2 ഡ്രോണുകളാണ് അമേരിക്കൻ എംബസിയുടെ പ്രധാന സുരക്ഷാ മതിലുകൾ ഭേദിച്ച് ഉള്ളിലേക്ക് കടന്നത്. നൂറുകണക്കിന് ജീവനക്കാർ ജോലി ചെയ്യുന്ന അതീവ സുരക്ഷാ വിഭാഗത്തിന് നേരെയാണ് ഡ്രോണുകൾ പതിച്ചത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA പ്രവർത്തിച്ചിരുന്ന സ്റ്റേഷനും ഈ ആക്രമണത്തിൽ നേരിട്ട് ലക്ഷ്യം വെക്കപ്പെട്ടു എന്നതാണ്. CIA പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ഇറാൻ നടത്തിയ കൃത്യമായ നീക്കമാണിതെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. ആദ്യ ആക്രമണം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും അവയിൽ ചിലത് തകർക്കാൻ പ്രതിരോധ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ വെടിവെച്ചിട്ട ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ സമീപത്തുള്ള ഒരു പ്രീ സ്കൂളിനടുത്ത് വീണത് വലിയ ഭീതി പരത്തി. കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് യുദ്ധസാമഗ്രികൾ പതിച്ചത് വൻ ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തോടൊപ്പം തന്നെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ അമേരിക്കയുടെ ഒരു മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക വസതി ലക്ഷ്യം വെച്ചും ഒരു ഡ്രോൺ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യ ഈ വിവരങ്ങൾ ആദ്യം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്ന വാർത്തകൾ നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരു വിദേശ രാജ്യത്തെ എംബസിക്ക് നേരെ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഇറാന്റെ ഈ നീക്കം കേവലം അമേരിക്കയെ മാത്രമല്ല, മറിച്ച് സൗദി മണ്ണിലെ സുരക്ഷയെയും വെല്ലുവിളിക്കുന്നതാണ്. റിയാദ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും വലിയൊരു ആക്രമണം നടത്താൻ ഇറാന് സാധിച്ചത് വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ കടുത്ത പ്രത്യാക്രമണങ്ങൾക്ക് കാരണമായേക്കാം. ഈ സംഭവം പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷം വീണ്ടും വഷളാക്കിയിരിക്കുകയാണ്. നയതന്ത്രജ്ഞരെയും രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെയും നേരിട്ട് ആക്രമിക്കുന്നത് യുദ്ധത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചർച്ചകൾക്കും സമാധാന ശ്രമങ്ങൾക്കും പ്രസക്തി നഷ്ടപ്പെടുകയും ആയുധങ്ങൾ വഴി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ എംബസിക്ക് നേരെയുണ്ടായ ഈ ആക്രമണം ലോകശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമോ എന്ന് ഭീതിയോടെ കാത്തിരിക്കുകയാണ് ലോകം.